ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആകാശിനാണെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ സിദ്ധാർത്ഥിനോടും ആരതിയോടൊക്കെ അകത്തേക്ക് കയറി വരാൻ പറയാണ്. അവർ വന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഫയലൊക്കെ ഞാൻ പരിശോധിച്ചു, അതിലൊന്നും കുഴപ്പം കാണുന്നില്ല. പക്ഷേ ഇത്ര നേരമായിട്ടും ആൾക്ക് ബോധം വന്നിട്ടില്ല. അത് കേട്ട സമയത്ത് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല എല്ലാവരും ആകാശിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. ആകാശ് എഴുന്നേക്ക് പറയുകയാണ്, നിനക്കൊരു കുഴപ്പമില്ല, എഴുന്നേക്കെന്നൊക്കെ പറയുന്നുണ്ട്. ആരതി വന്നിരിക്കുക. പക്ഷെ ആരതി മാത്രം ഒന്നും മിണ്ടുന്നില്ല. അവളിങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. ആകാശിൻ്റെ അച്ഛനും അമ്മയൊക്കെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരതി വന്നിട്ടുണ്ട്, ഞാൻ മോനോട് ചെയ്ത തെറ്റ് ക്ഷമിക്കണം, ദയവ് ചെയ്ത് കണ്ണ് തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയാണ്. പക്ഷെ ഒന്നും പറഞ്ഞിട്ടും ആകാശ് കണ്ണ് തുറക്കുന്നില്ല. സിദ്ധുവും പറയുന്നുണ്ട്, ചന്ദ്രികയും പറയുന്നുണ്ട്, എല്ലാവരും പറയണം ആകാശ് ഒന്നുമില്ല, കണ്ണ് തുറക്കുന്ന ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ആരതി മാത്രം ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രിക പറയുകയാണ് ആരതിയോട് കൂടെ ആകാശിനെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട്, ആരതി നീ ആകാശിനോട് എന്തെങ്കിലും സംസാരിക്ക്. പക്ഷെ ആരതി ഒന്നും സംസാരിക്കാനാവാതെ തരിച്ചു നിൽക്കുന്നിടത്ത് തന്നെയാണ് ഉള്ളത്. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ആകാശിന് അങ്ങനെ ബോധം വരുന്നില്ല എന്ന് കേട്ടപ്പോൾ അവൾ ഷോക്കായിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഏയ് ആരതി എന്തെങ്കിലും സംസാരിക്കേ. അവസാനം ആരതി കരഞ്ഞുകൊണ്ട് ആകാശിൻ്റെ അടുത്തേക്ക് താഴ്ന്നു പോവാണ്. എന്നിട്ട് അവനോട് ശബ്ദം താഴ്ത്തി പതിഞ്ഞ ശബ്ദത്തിൽ പറയാണ്, ആകാശ് എന്നെ കണ്ണു തുറന്ന് നോക്ക് ആകാശ്, നിന്റെ ആരതി വന്നിരിക്കുകയാണ് ആകാശ്, പ്ലീസ് ഒരു വട്ടം എന്നെ കണ്ണു തുറന്നൊന്ന് നോക്ക് ആകാശ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ആകാശ്, എന്നെ കണ്ണു തുറന്ന് നോക്ക് ആകാശ്, എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്ക് പ്ലീസ്, നിന്റെ ആരതിയാ പറയുന്നത്, കണ്ണു തുറന്ന് എന്നെ നോക്ക് ആകാശ്, എന്നോട് എന്തെങ്കിലും സംസാരിക്കുക ആകാശ്. ആരതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പ്ലീസ്. ആരതിയുടെ ആ ഒരു വിഷമം കാണുമ്പോൾ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പോലെ അവളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ആരതിയുടെ കണ്ണ് നിറഞ്ഞിട്ട് ആകാശിൻ്റെ കൈകളിലേക്കാണ് ആ കണ്ണുനീർ തുള്ളികൾ പോയി വീഴുന്നത്. ആ സമയത്ത് ആകാശിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ചലിക്കുകയാണ്. ആരതിയാണത് ആദ്യം കാണുന്നത്. അതിനുശേഷം ആകാശിൻ്റെ കണ്ണുകൾ പയ്യെ പയ്യെ തുറന്നു വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. എല്ലാവരും ആകാശിനോട് ഓരോന്നോരോന്നും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവസാനം ചന്ദ്രികയോട് ആരതി പറയാണ്, ചന്ദ്രിക ആകാശ് കണ്ണു തുറന്നു, മനസ്സിലാവുന്നുണ്ടോ ആകാശ്, എന്നെ മനസ്സിലാവുന്നുണ്ടോ. ആകാശ് അതിന് മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട്, ഇത്ര നേരം എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും കണ്ണു തുറക്കാതിരുന്ന ആകാശ് ആരതിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് കണ്ണു തുറന്നത്. ഗ്രേറ്റ്, ഇനി പേടിക്കാനൊന്നുമില്ല, ഇപ്പോൾ ആകാശ് ഓക്കെയാണ്. ശേഷം ഡോക്ടർ അവരോടെല്ലാവരോടും ആകാശിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. ആ സമയത്ത് ആകാശിൻ്റെ അച്ഛൻ ആദ്യം തന്നെ അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ആകാശ്, നിന്നെ ഈ അവസ്ഥയെ കണ്ടപ്പോൾ ഞങ്ങൾ വല്ലാതെ ഭയന്നുപോയി, എനിക്ക് മാപ്പ് താ മോനെ. ആകാശ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും തിരിച്ചു പറയുന്നില്ല. അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറയാണ്, ശരിയായ സമയത്ത് സിദ്ധാർത്ഥും ആരതിയും വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മോനെ ജീവനോടെ കാണില്ലായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ആകാശിൻ്റെ അച്ഛനോടായിട്ട് പറയാണ്, ആരതി ആകാശം ഇവിടെ തനിച്ച് നിന്നോട്ടെ, അവർ തമ്മിൽ സംസാരിക്കട്ടെ, നമുക്കെല്ലാവർക്കും പുറത്തേക്ക് പോവാം. ശരി എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് പോവാണ്, ആരതി ആകാശിനൊപ്പം അവിടെ തനിച്ച് വിട്ടിട്ട്. എല്ലാവരും പോയപ്പോൾ ആകാശ് ആരതിയോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോകുന്നു പേടിച്ചു പോയോ. ഏയ് അങ്ങനെയൊന്നുമില്ല, നീ എന്നെ വിട്ടു പോവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിന്റെ ജീവൻ എൻ്റെ കയ്യിലാണുള്ളത്. അത് ആരെക്കൊണ്ടും ഒരിക്കലും എൻ്റെ അടുക്കൽ നിന്ന് പിരിച്ചെടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അത് നീ പറഞ്ഞത് സത്യമാണ് ആരതി, എൻ്റെ ജീവൻ നിന്റെ കയ്യിലാണുള്ളത്. ആകാശ് പറഞ്ഞു കേട്ടതും ആരതി അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. അത്രയും നേരം അടക്കി പിടിച്ച ആ ഒരു സങ്കടം മുഴുവൻ അവൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ വല്ലാതെ ഭയന്നു പോയി ആകാശ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ മുറിയിലേക്ക് അവരെ വിളിപ്പിക്കുകയാണ്. ആകാശിൻ്റെ അച്ഛനും അമ്മയും ആരതിയും കൂടിയാണ് പോകുന്നത്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ആകാശിന് തലയിൽ നല്ല ശക്തിയായിട്ട് ഇടി കിട്ടിയതിനാൽ 2 ദിവസം അവരെ ഒബ്സർവേഷനിൽ വെച്ച് നോക്കണം. ഇനിയുള്ള 2 ദിവസം അവർക്ക് തലവേദനയോ അഥവാ ഫിക്സോ വരാൻ പാടില്ല. ആരതി പേടിയോടെയാണ് കേട്ടു നിൽക്കുന്നത്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ആകാശിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനിയുള്ള 2 ദിവസം ആകാശിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അയാളെ കെയർ ചെയ്യുക. അയാൾ കംപ്ലീറ്റ് ക്യൂറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം. ഓക്കെ ഡോക്ടർ, നാളെ MRI സ്കാൻ ചെയ്ത് നോക്കാം. റിപ്പോർട്ടിൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാം. ഡോക്ടറോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പുറത്തു വരുന്ന വഴിക്ക് ആകാശിൻ്റെ അച്ഛൻ പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ ആരതി അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്കിൾ കരയാതെ അങ്കിൾ, ഞാൻ ആകാശിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും, ഞാൻ അവനെ നന്നായിട്ട് നോക്കിക്കോളാം. ആകാശിന് ഒരു പ്രശ്നവും വരരുതെന്ന് ഞാൻ ദൈവത്തോട് നേർച്ച വെച്ചിട്ടുണ്ട്, ആരതി കരഞ്ഞുകൊണ്ട് പറയാണ്.
ആരതി നേരെ ആകാശിന്റെ മുറിയിലേക്കാണ് പോകുന്നത്. അവന്റെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ആകാശിന്റെ അടുത്തെത്തിയപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, ആകാശ് നിനക്ക് തലവേദനിക്കുന്നുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല ആരതി, എന്താ ചോദിച്ചത്? ഒന്നുമില്ല ആരതി അവനോട് പറയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിനക്ക് തലവേദനയും ഫിക്സും വരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആകാശ്. എന്താ ആരതി ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഒരു മിനിറ്റ് ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആരതി വേഗം തന്നെ അവന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആകാശ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആരതി ചെറിയ വാശിയോടെ പറയുന്നുണ്ട്, ഡോക്ടർ നിനക്ക് ഒരുപാട് ജ്യൂസുകളൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് മാത്രം പറയണ്ട, എന്നാ മര്യാദ കുടിക്ക്. ആരതി നിർബന്ധിച്ചിട്ട് ആകാശിനെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുകയാണ്. ആ സമയത്ത് അവൻ അവൾക്ക് താങ്ക്സ് പറയുന്നുണ്ട്. താങ്ക്സോ എന്തിന്? ആരതിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൻ പറയാണ്, എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായത്, എന്നാൽ എല്ലാ പ്രശ്നമുള്ള സമയത്തും എന്നെ വിട്ടു പോകാതെ എന്നെ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നീ എൻ്റെ ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ലായിരുന്നു. നീ എനിക്ക് ജീവിതം മാത്രമല്ല ജീവനും തന്നിരിക്കുകയാണ്. അയ്യോ ഇപ്പം അതൊന്നും പറയേണ്ട കാര്യമില്ല, നീ ഇപ്പോൾ ഉറങ്ങാൻ നോക്ക്. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, ആരതി എന്താണെന്നറിയില്ല, എൻ്റെ കാല് വല്ലാതെ വേദനിക്കുന്നു. കാല് വേദനിക്കുന്നതോ? ഒരു നിമിഷം, ഞാൻ ഡോക്ടറോട് വരാൻ പറയാം. എന്നിട്ട് സിസ്റ്ററോട് ഡോക്ടർ വിളിക്കാൻ പറയാണ്. ഡോക്ടർ വന്ന സമയത്ത് ആരതിയോട് എന്താ കാര്യം ചോദിച്ചപ്പോൾ അവൾ പറയാണ്, ആകാശിന് പെട്ടെന്ന് കാല് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. അതെന്തായിരിക്കും? ആരതി സംശയത്തോട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് ബോധമില്ലാത്തപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് ഇടിച്ചതെന്ന് നമുക്ക് ഓർമ്മ കാണില്ല. സമയം കൂടുന്നതിനനുസരിച്ച് എവിടെയൊക്കെയോ അടി കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ വേദന വന്നു തുടങ്ങും. ഇത് ഒരു വേദന മാത്രമാണ്, കാര്യമാക്കേണ്ടതില്ല. ഞാൻ ഒരു സ്പ്രേ എഴുതി തരാം, അത് തേച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. എന്നിട്ട് ആകാശിൻ്റെ കാലുകളിൽ തൊട്ടിനുകൊണ്ട് നോക്കുകയാണ്, ഇവിടെ വേദനയുണ്ടോ ഇവിടെ വേദനയുണ്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. ആകാശ് വേദനയുണ്ടെന്ന് പറഞ്ഞ സമയത്ത് പെയിൻ കില്ലറിന് വേണ്ടിയിട്ടുള്ള സ്പ്രേ തരാമെന്ന് പറയാണ്. താങ്ക്സ് ഡോക്ടർ, ഞാനിത് വാങ്ങിയിട്ട് വരാം. എന്നിട്ട് ഡോക്ടർ പോയപ്പോൾ ആകാശിനോട് പറയാണ്, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് ഇത് വാങ്ങിയിട്ട് വരാം. ശരി ആരതി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആരതി സ്പ്രേ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആകാശിനോട് കാല് കാണിച്ചു കൊടുക്കാൻ പറയാണ്, സ്പ്രേ അടിച്ചു തരാമെന്ന്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഏയ് അത് വേണ്ട ആരതി. വേണ്ടാന്നോ? അതെന്താ? അമ്മയോട് വരാൻ പറ. അമ്മയോട് വരാൻ പറയാനോ? നീ എന്താ ചെറിയ കുട്ടിയാണോ അമ്മയെ വിളിക്കാൻ പറയുന്നത്? എന്താ ഞാൻ നിന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഏയ് അതല്ല ആരതി, നിനക്ക് എന്തിനാ ഓരോരോ ജോലികൾ, അത് വിചാരിച്ചിട്ടാ? ഏയ് അങ്ങനെയല്ല ആകാശ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കേണ്ടത്. അതുകൊണ്ട് കാല് കാണിക്ക്, ഞാൻ അടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ കാലിൽ അവളെ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ തടവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് വേദനിക്കുന്നുണ്ടോ ആരതി ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ആ ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. ആരതി ആകാശിന് കാലിൽ സ്പ്രേ തടവിയിട്ട് കൊടുക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയും പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവളുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് അവർ കുറേ നേരം അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവസാനം അവൻ്റെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ആകാശിന് പോയിട്ട് കാലിന് തടവി കൊടുത്താലോ? അപ്പോൾ അവൻ്റെ അച്ഛൻ പറയാണ്, അത് വേണ്ട. ആരതി ഇപ്പോൾ അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആരതിയേക്കാളും നന്നായിട്ട് അവനെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. വാ നമുക്ക് പുറത്ത് കാത്തു നിൽക്കാം. എന്നിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. ആരതിയാണെങ്കിൽ ആകാശിൻ്റെ കാലിങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആകാശ് പിന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആരതി നോക്കുന്ന സമയത്ത് ആകാശ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ സങ്കടത്തോടു കൂടി അവന് പൊതിച്ചു കൊടുക്കുകയാണ്. ശേഷം അവൻ്റെ അടുത്ത് തന്നെ എഴുന്നിട്ട് കാല് വീണ്ടും തിരുമ്മി കൊടുക്കുന്നുണ്ട്. കൈ അഴിച്ച സമയത്ത് ആകാശിൻ്റെ അടുത്ത് പോയിട്ട് അവളും അവിടെ തലവെച്ച് കിടക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ആകാശാണ് ആദ്യം ഉണരുന്നത്. അവൻ നോക്കുന്ന സമയത്ത് ആരതി അവിടെ അവൻ്റെ അടുത്ത് അവിടെ കിടക്കയിൽ ഇരുന്ന് ഉറങ്ങുവാണ്. അപ്പോൾ അവൻ ആരതിയെ വിളിച്ചുണർത്തുകയാണ്. എന്തെങ്കിലും വേണോ? പെട്ടെന്ന് ഉറക്കം ഞെട്ടിയപ്പോൾ തന്നെ ആരതി ചോദിക്കുന്നുണ്ട്, ഏയ് ഒന്നും വേണ്ട, നീ ഇന്നലെ രാത്രി വീട്ടിൽ പോയില്ലേ? നീ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് പോവുക? അത് കേട്ടപ്പോൾ ആകാശിന് വല്ലാത്ത സങ്കടവും സന്തോഷവും തോന്നുവാണ്. എനിക്ക് വേണ്ടി രാത്രി മുഴുവൻ നീ ഇവിടെ ഇരുന്നോ? നീ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഞാനും ഉണ്ടാവുക. ആരതി അവനെ നോക്കി പ്രണയത്തോടെ പറയാണ്. ഞാൻ കാരണം നീ വല്ലാതെ കഷ്ടപ്പെടുവാണ് ആരതി. നീ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത് ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരാളാണ്. അത് കേട്ട് ആരതി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ശരി ഓക്കെ, ഞാൻ പാലെടുത്തിട്ട് വരാം. എന്നിട്ട് ആരതി പുറത്തേക്ക് പോവുകയാണ്. ആരതി പുറത്തു പോയിട്ട് പാല് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആകാശിന് കൊടുക്കുവാണ്. അവനത് കുടിക്കുന്ന സമയത്ത് ഡോക്ടർ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ആരതിയുടെ മനസ്സിൽ വരുന്നത്. ഈ വരുന്ന 2 ദിവസങ്ങളിൽ ആകാശിന് തലവേദനയോ ഫിക്സോ വരാൻ പാടില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ ആകാശിനൊരു കുഴപ്പമില്ല.
ആരതി എനിക്ക് മതി ആരതി എന്ന് പറഞ്ഞിട്ട് ആകാശ് കുറച്ച് പാല് കുടിച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ കുടിക്ക് ആരതി പറയുന്നുണ്ട്. പക്ഷെ മതി എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു കൊടുക്കുകയാണ്. നീ വളരെ കുറച്ചല്ലേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരതി അവളുടെ സാരിയുടെ മുന്താണി വെച്ചിട്ട് അവൻ്റെ ചുണ്ട് തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ആരതി ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആകാശ് നിനക്ക് തലവേദനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ് തലവേദന ഒന്നും ഇല്ല ആരതി. ദൈവമേ ആകാശിന് തലവേദനയോ ഫിക്സോ വരരുതേ. ആരതി മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. ആരതിയുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ തന്നെ ആകാശിന് മനസ്സിലാവുന്നുണ്ട് അവൾ വെപ്രാളത്തോടു കൂടിയാണ് അതിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത്. ആകാശ് ചോദിക്കുകയാണ്, എന്തു പറ്റി ആരതി? ഡോക്ടർ ഇന്നലെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്നാണല്ലോ പറഞ്ഞത്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് ഒരു പ്രശ്നവും ഇല്ല. ആരതി ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും ആകാശ് പറയുന്നുണ്ട്, നീ ഓരോ പ്രാവശ്യവും തലവേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏയ് അങ്ങനെയൊന്നുമില്ല ആകാശ്, ഞാൻ വെറുതെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുന്നതാ. നീ ആയിട്ട് ഓരോന്ന് വിചാരിച്ച് കൂട്ടേണ്ട. അപ്പോൾ ആകാശ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഉറപ്പാണോ? തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. അപ്പോഴേക്കും സിസ്റ്റർ കയ്യിൽ ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട്. ആരതിയോട് പറയാണ് ഇത് ആകാശുള്ള ഫുഡാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ. ശരി താങ്ക് യു സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആരതി അത് വാങ്ങിച്ചു വെക്കുകയാണ്. എന്നിട്ട് ആകാശിന് അത് കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് ആകാശ് പറയുന്നുണ്ട്, ഇങ്ങോട്ട് താ ആരതി, ഞാൻ കഴിച്ചോളാം. ആരതി അവന് വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഏയ് ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ വാരിത്തരാം. വേണ്ട ആരതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ കഴിച്ചോളാം. നിന്നെ സ്ട്രെയിൻ ചെയ്യിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ വാരിത്തരാം, ഒരു പ്രശ്നവും. അതേസമയം ആകാശിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി ആകാശിൻ്റെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, ആകാശിന് എപ്പോഴാണ് സുഖാവുക എന്നറിയില്ല, ഇനിയും എത്ര ദിവസം ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന് ഡോക്ടറോട് ചോദിക്കണം. അവർ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ആരതി ആകാശിന് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നതാണ്. അത് കാണുമ്പോൾ സമയത്ത് അവരുടെ കണ്ണ് നിറയാണ്. കാരണം ഇത്രയും നല്ലൊരു മരുമകളെയാണല്ലോ അവർ അംഗീകരിക്കാത്തത് എന്ന് ഓർത്തിട്ട്. അവരുടെ മകനെ സ്വന്തം എന്താ പറയുക ഭർത്താവിനെ അത്രയേറെ നന്നായിട്ടാണ് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും നിറഞ്ഞ മനസ്സോടു കൂടിയാണ് അത് കണ്ടു നിൽക്കുന്നത്. മാത്രമല്ല ആകാശിൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുമ്പോഴേക്കും ആരതി ആകാശിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഇതാണ് അവൾക്കും നമ്മൾക്കും തമ്മിലുള്ള വ്യത്യാസം. ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, രാത്രി വീട്ടിൽ പോലും പോവാതെ ആകാശിൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്നു. നമ്മൾ ആകാശിൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ ആരതി അവൻ്റെ ഒപ്പം നിൽക്കുന്നതായിരിക്കും അവന് ഏറ്റവും കൂടുതൽ സന്തോഷം. നീ വാ, നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. അവർ രണ്ടുപേരും പുറത്തേക്ക് പോവാണ്. ആരതിയാണെങ്കിൽ ആകാശിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകാശിൻ്റെ MRI സ്കാനിങ് എടുത്തത് ഡോക്ടറുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് ആകാശിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ആരതിയും. ഡോക്ടർ ഇങ്ങനെ വിശദമായിട്ട് പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ല ഗൗരവമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആരതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഒന്നും സംഭവിക്കരുതേ, ആകാശിന് കുഴപ്പമൊന്നും ഉണ്ടാവരുതേ. അപ്പോൾ ഡോക്ടർ അവിടെ വെച്ച സമയത്ത് ഫയൽ അവിടെ വെച്ച സമയത്ത് ആരതി പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ്, ഡോക്ടർ എന്താ പ്രശ്നം? ആകാശിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഭയപ്പെടേണ്ട, MRI സ്കാനിങ് റിപ്പോർട്ടിൽ ആകാശിനൊരു കുഴപ്പവും. ആകാശ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അയാൾ പറഞ്ഞത് കേട്ടതും ആരതിയും ആകാശിൻ്റെ അച്ഛനും അമ്മയും സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ആരതി കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്നുണ്ടായിരുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഡോക്ടർ. ഒരുപാട് നന്ദി ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ആകാശിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഇറങ്ങുന്നത്. അപ്പോൾ പുറത്തെത്തിയപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് ആരതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ ആകാശിനൊന്നും സംഭവിക്കില്ല എന്ന്. ഇപ്പോൾ ഡോക്ടർ തന്നെ ആകാശിന് ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞു. ആരതിയുടെ സന്തോഷം അത്രയ്ക്ക് അധികമായിരുന്നു. അത് അവൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആകാശിനെ പോയി കണ്ടിട്ട് വരാം. എന്നിട്ട് ആരതി സന്തോഷത്തോടെ അവൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അവളുടെ ആ ഒരു സന്തോഷം നോക്കി നിൽക്കുകയാണ് അവൻ്റെ അച്ഛനും അമ്മയും. അവർക്ക് തെറ്റുപറ്റിപ്പോയത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. ആകാശിൻ്റെ അച്ഛനമ്മയോട് പറയാണ്, ആരതി ആകാശിൻ്റെ മേൽ ജീവൻ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ആരതി ഒരുപാട് വെറുത്തുപോയി. അതേ ഏട്ടാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മേഘയുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു. നീ പറഞ്ഞത് ശരിയാണ്. മേഘയുടെ വാക്ക് കേട്ട് ആരതിയെ ആകാശിൽ നിന്നും നമ്മൾ വേർപിരിച്ചു. എന്നാൽ നമ്മളാണ് തെറ്റെന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു. അതേ ഏട്ടാ, ആകാശിന് ആ ഒരു ആക്സിഡൻ്റ് ആയ സമയത്ത് ആരതിയോ അവളുടെ ഏട്ടനും വന്നില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ജീവനോടെ നമ്മുടെ മകനെ കാണാൻ സാധിക്കില്ലായിരുന്നു. അവർ രണ്ടുപേരും കണ്ണു തുടക്കുകയാണ്. ആരതിയാണെങ്കിൽ ആകാശിൻ്റെ മുറിയിലേക്ക് സന്തോഷത്തോടെയാണ് വന്ന് കയറുന്നത്. ആകാശ് അവളുടെ അത്രയേറെ സന്തോഷം കണ്ടപ്പോൾ ആകാശിനും കാര്യം മനസ്സിലാവുന്നില്ല. അവൻ ചോദിക്കുന്നുണ്ട്, എന്താ ആരതി? അപ്പോൾ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് ആരതി പറയാണ്, നിനക്കൊന്നുമില്ല ആകാശ്. MRI സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് നിനക്കൊരു പ്രശ്നവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നീ വല്ലാതെ ഭയന്നുപോയി അല്ല ആരതി?
നിനക്ക് ഒന്നും സംഭവിക്കില്ലെന്നൊരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും മനസ്സിനകത്ത് ഒരു ഭയവും പതർച്ചയും ഉണ്ടായിരുന്നു. ആരതി, ആകാശ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം ആരതി പറയുന്നുണ്ട്, ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടിയത്. നിനക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എന്താ? ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോന്ന് ഡോക്ടർ പറഞ്ഞു. അയ്യോ, സൂപ്പർ. അയ്യോ, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും വല്ലാതെ ബോറടിക്കുകയാണ്. നീ കൂടി ഇല്ലെന്ന് വെക്ക്, ഞാൻ എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടേനെ. അത് കേട്ട് ആരതി ചിരിക്കുകയാണ്. നീ കാരണമാണ് ഞാൻ ഇവിടെ നിന്നത്. സാരില്ല, നമുക്കിന്ന് വീട്ടിലേക്ക് പോവാം. ആരതി അവനെ ആശ്വസിപ്പിക്കുകയാണ്. ആരതിക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളം മനസ്സിലാക്കുന്നതോറും ആകാശിന് അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു. അതേസമയം ആകാശിൻ്റെ അച്ഛനും അമ്മയും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ചന്ദ്രികയും സിദ്ധാർത്ഥും അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവർ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് ആകാശിന് MRI സ്കാനിങ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എടുത്തോ? ആ, എടുത്തു സിദ്ധു. ഇപ്പോഴാണ് ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് വിളിച്ചത്. ആകാശിന് വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഡോക്ടർ. അത് കേട്ടതും സിദ്ധാർത്ഥിനും ചന്ദ്രയ്ക്കും സമാധാനമായി. ആ സമയത്ത് ആരതി ആകാശിനെ മെല്ലെ പിച്ച നടത്തിക്കുകയായിരുന്നു. പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട്. നടക്കാനൊക്കെ കുറച്ച് ആദ്യം ബുദ്ധിമുട്ട് കാണും, പയ്യെ ശരിയാവുന്നൊക്കെ ആരതി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ, കാല് വല്ലാതെ വേദനിക്കുന്നുണ്ട് ആകാശും പറയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇപ്പോഴാ സമാധാനമായത്. ചന്ദ്രികയും പറയാണ്, ഇന്നലെ ഡോക്ടർ അത് പറഞ്ഞതിന് ശേഷം മനസ്സിനൊരു സമാധാനവും ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് സമാധാനമായത്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മോളെ, ചന്ദ്രികയോട് ആകാശിൻ്റെ അമ്മ പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ എൻ്റെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുപോലെ പ്രയത്നിച്ചു. അതൊക്കെ കേട്ടുകൊണ്ടാണ് ആകാശവും ആരതിയും അതുവഴി നടന്നു വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എൻ്റെ മകൻ ഇന്ന് ജീവിതത്തിലേക്ക് വരാൻ കാരണം. അതുമാത്രമല്ല, ആരതി ആകാശിന് പൊരുത്തമല്ലെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ എൻ്റെ മകന് ഏറ്റവും യോജിച്ച പങ്കാളി ആരതിയാണെന്ന് ദൈവം ഞങ്ങൾക്ക് നന്നായിട്ട് തെളിയിച്ചു തന്നു. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ആകാശ് വല്ലാതെ അതിശയിച്ചു പോവാണ്. അതുപോലെ തന്നെ ആരതിയും. സിദ്ധുവിനും ചന്ദ്രയ്ക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.